കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 8-ാമത് വാക്യം. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. സകലത്തിനും കാരണഭൂതൻ ദൈവമാണ്, അല്ലേ? ഇവിടെ 2 കാര്യങ്ങൾ ചിന്തിക്കണം. ഒന്ന്, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കും. 2, നിങ്ങൾ സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറും. അപ്പോൾ ശ്രദ്ധിക്കുക, 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരായി, അത് എപ്പോഴും. അങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്. ദൈവവചനം നമുക്ക് നൽകുന്ന ഒരു ഡിക്ലറേഷനാണ്, എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കുവാൻ. സ്തോത്രം. അടുത്ത്, സകല സത്പ്രവൃത്തിയിലും പെരുകി വരുമാറ്. സ്തോത്രം. നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാണ്. അപ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, പൂർണ്ണ തൃപ്തിയിലേക്ക് നമ്മൾ വരണം, അല്ലേ? എങ്ങനെയാണ്? എപ്പോഴും. തൃപ്തിയില്ലാത്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. ആത്മീയ തൃപ്തിയില്ലായ്മ, ഭൗതികമായ തൃപ്തിയില്ലായ്മ, സ്തോത്രം, ശാരീരിക മേഖലകൾക്കകത്തുള്ള തൃപ്തിക്കുറവുകൾ, സാമ്പത്തിക മേഖലകൾക്കകത്തുള്ള തൃപ്തി, ഇന്നിങ്ങനെ പലതരത്തിലുണ്ട്. ആത്മീയ തൃപ്തിക്കുറവെന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ന് കാലത്തിൽ അത് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? എല്ലാ മേഖലകളിലും പലർക്കും തൃപ്തിയുണ്ടെങ്കിലും ആത്മീക മേഖലകളിൽ തൃപ്തിയില്ലാത്തവരുണ്ട്. സ്തോത്രം. ഇല്ലെങ്കിൽ തൃപ്തിയിലേക്ക് വരുവാൻ കഴിയാത്തവരുണ്ട്. സ്തോത്രം. നമ്മൾ ഭൗതിക മേഖലകളിൽ തൃപ്തിയിലേക്ക് വരണമെന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും എല്ലാറ്റിനേക്കാൾ ഉപരിയായി ആത്മീകമായി നമ്മൾ തൃപ്തിയുള്ളവരായി വരണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവർ. സകലത്തിലെന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് എല്ലാറ്റിലും. അത് ആത്മീയ മേഖല വരാം, ഭൗതിക മേഖലകൾ വരാം. സ്തോത്രം. അപൂർണതകൾ ദൈവത്തിൻ്റേതല്ല. അല്ല, സ്തോത്രം. അത് പൈശാചികമാണ്, അപ്പോൾ തന്നെ അത് മാനുഷികമാണ്. എന്നാൽ ദൈവികം എന്ന് പറയുന്നത് പൂർണ്ണതയുള്ളതാണ്, അപ്പോൾ തന്നെ തൃപ്തിയുള്ളതുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. 2, നിങ്ങൾ സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ്. അപ്പം തൃപ്തിയുള്ളവരായിരിക്കണം എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ തന്നെ അടുത്ത ഭാഗം പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? നിങ്ങൾ സകല സത്പ്രവൃത്തിയിലും എന്ത് ചെയ്യണം? പെരുകി വരണം. അപ്പം നമുക്കെല്ലാവർക്കും ഉള്ളൊരു കുഴപ്പമാണ്, പ്രവൃത്തിയുണ്ട്, പക്ഷേ അത് സത്പ്രവൃത്തി അല്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്, അല്ലേ? സകല സത്പ്രവൃത്തി. എന്താ ഈ സത്പ്രവൃത്തികൾ? നമുക്കറിയാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ജഡത്തിൻ്റെ പ്രവൃത്തികളും ആത്മാവിൻ്റെ ഫലങ്ങളെയും കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? അതിൽ ആത്മാവിൻ്റെ ഫലം എന്തുവാ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയ ജയം. ഇതൊക്കെ ആത്മാവിൻ്റെ ഫലത്തിൽ വരുന്നതാണ്. ഇതൊക്കെയാണ് സത്പ്രവൃത്തികളെന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ നിങ്ങൾ കർത്താവ് ക്ഷമിച്ചതുപോലെ തമ്മിൽ ക്ഷമിപ്പാൻ ദൈവം നമ്മോട് പഠിപ്പിക്കുന്നു. ഇതിനെയാണ് സത്പ്രവൃത്തി എന്ന് പറയുന്നത്. പ്രസംഗത്തിലല്ല, വാക്യം പറയുന്നതിലല്ല, അല്ല. സ്തോത്രം. സ്നേഹത്തിലും ദയയിലും കരുണയിലും ക്ഷമിക്കുന്നതിലും ഒക്കെ സത്പ്രവൃത്തിക്ക് മാതൃകയുള്ളവരായിരിക്കണം ദൈവമക്കൾ. അപ്പോൾ ഒന്ന്, പൂർണ്ണ തൃപ്തി എപ്പോഴും ഉണ്ടാകുക. 2, സത്പ്രവൃത്തികൾ നമ്മളിൽ പെരുകി വരണം. ഇത് 2ഉം വരണമെങ്കിൽ നമ്മളിൽ കൃപ പെരുകണം. അതാണ് പറയുന്നത്. അല്ല, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സത്പ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാണ്. അപ്പോൾ തൃപ്തി വേണം, സത്പ്രവൃത്തി വേണം. ഇത് 2ഉം വെളിപ്പെടണമെങ്കിൽ നമ്മളിൽ ദൈവത്തിൻ്റെ കൃപ പെരുകേണ്ടത് ആവശ്യമാണ്. ആ കൃപയെ പെരുക്കുവാൻ ശക്തനാണ് നമ്മുടെ ദൈവം. കൃപ നമ്മളിൽ പെരുകിയാൽ അല്ല, നമ്മുടെ ജീവിതത്തിനകത്ത് ഈ തൃപ്തി, പൂർണ്ണമായ തൃപ്തികൾ വരും. അപ്പോൾ തന്നെ സകല സത്പ്രവൃത്തിയും നമ്മളിൽ വെളിപ്പെട്ട് വരും. ആ കൃപ നമ്മളിൽ പെരുകുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥനയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിനകത്തൊരു വലിയ അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഇടവരും. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗമിടവരുത്തും. എല്ലാ മഹത്വവും കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.